പണ്ട് ഷിയായിസം രാഷ്ട്രീയ രൂപം പ്രാപിച്ച് രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് ബ്രിട്ടീഷുകാരുടെയും മറ്റും നിർലോഭമായ പിന്തുണയോടുകൂടെ കൊണ്ടോട്ടി മേഖലയിൽ ഉദിച്ചു വന്നപ്പോൾ രാഷ്ട്രീയക്കാർ പൊതുവെ മതപ്രവർത്തനത്തിന് പലപ്പോഴും ശത്രുക്കളായി നിൽക്കാറുണ്ട്. ചരിത്രത്തിലും വർത്തമാനത്തിലും നമ്മളത് കാണുന്നുണ്ട്. അന്നും ഖാൻ ബഹദൂർ ആയിരുന്ന അവരുടെ നേതാവ്, അത് കൃത്യമായ രീതിയിൽ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഒരൊറ്റ ക്ലാസ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ സ്വാധീന ഫലമായി കൊണ്ടോട്ടി മേഖലയിൽ ഷിയയിസം വ്യാപിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെ ശക്തമായി പൊന്നാനിക്കൈക്കാർ എന്ന പേരിൽ നമ്മുടെ പണ്ഡിതന്മാർ, മഖ്ദൂം പരമ്പരയിലുള്ള പണ്ഡിതന്മാർ ശക്തമായി എതിർത്ത് തോൽപ്പിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഷിയയിസത്തിൻ്റെ വൃത്തികേടുകൾ കേരളത്തിൽ കാണാതെ വരുന്നത്. എന്നാലും സക്ലൈൻ ഫൗണ്ടേഷൻ പോലെയുള്ളത്, ഞാൻ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്, അരീക്കോട് കേന്ദ്രീകരിച്ച് ആയത്തുള്ള ഖുമൈനിയുടെ ഇറാൻ വിപ്ലവത്തിൻ്റെ അനുബന്ധമായി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട വിദഗ്ധക്കാരുടെ നേതൃത്വത്തിലുള്ള അത്തരം ഫൗണ്ടേഷനുകൾ വഴി ഇറാനിയൻ സാഹിത്യങ്ങൾ കേരളത്തിലേക്ക് മൊഴിമാറ്റിക്കൊണ്ടുവന്ന് തുടങ്ങിയ നുഴഞ്ഞുകയറ്റത്തിൻ്റെ ശ്രമങ്ങൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അത് പല രൂപം പ്രാപിച്ച് സമൂഹത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു.